ഹായ് ഓൾ, വെൽക്കം ടു ആസ്ട്ര. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബൈ പ്രോഡക്റ്റ് കോസ്റ്റിംഗ് ആണ്. ഓക്കെ, എന്താണ് ബൈ പ്രോഡക്റ്റ്? ഒരു മെയിൻ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിൽ ഉണ്ടായി വരുന്ന എമർജ് ചെയ്യുന്ന ലോ വാല്യൂ ഉള്ള പ്രൊഡക്ട്സിനാണ് നമ്മൾ ബൈ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ടെങ്കിൽ, ഇവിടെ ഈ കൊക്കോ ബീൻസ് യൂസ് ചെയ്തിട്ട് ഇവിടെ കൊക്കോ ബട്ടർ, കൊക്കോ പൗഡർ, കൊക്കോ നിപ്സ് എന്ന് പറയുന്ന നല്ല വാല്യൂ ഉള്ള മെയിൻ പ്രൊഡക്ട്സിൻ്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന വാല്യൂ ഇല്ലാത്ത, അതായത് മാർക്കറ്റിൽ വളരെ വാല്യൂ കുറഞ്ഞ പ്രൊഡക്ട്സിനാണ് ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു മെയിൻ പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ വാല്യൂ ഇല്ലാതെ ഉണ്ടാവുന്ന എമർജ് ചെയ്യുന്ന പ്രൊഡക്ട്സിനാണ് ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം, ഇവിടെ ഈ കൊക്കോ ബീൻസിൻ്റെ ഷെൽസ് ഒക്കെ പൊളിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലുള്ള കൊക്കോൻ്റെ എലമെൻ്റ് എടുത്തിട്ടാണ് നമ്മൾ കൊക്കോ ബട്ടറും കൊക്കോ പൗഡറും കൊക്കോ നിപ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പം ആ ഒരു കൊക്കോ ബീൻസിൻ്റെ ആ ഷെൽസ് ഈ ആനിമൽസിനൊക്കെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ അത് ഇൻറ്റൻഷനലി ഉണ്ടാക്കുന്നതല്ല. കമ്പനിക്ക് ആ ഒരു കൊക്കോ ബീൻ ഷെൽ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതല്ല. ഈ മെയിൻ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ ഉണ്ടായി വരുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് കൊക്കോ ബീൻ ഷെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ എങ്ങനെയാണ് ഈ ബൈ പ്രോഡക്റ്റിനെ നമ്മൾ അക്കൗണ്ടിങ്ങിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ ബൈ പ്രോഡക്റ്റ് കോസ്റ്റിംഗ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? അപ്പം അതിന് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് പ്രൊഡക്ഷൻ മെത്തേഡ് ആൻഡ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സെയിൽസ് മെത്തേഡാണ്. സോ ഈ രണ്ട് മെത്തേഡിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ടൈമാണ്. പ്രൊഡക്ഷൻ മെത്തേഡിൽ ബൈ പ്രോഡക്റ്റിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് അറ്റ് ദ ടൈം ഓഫ് പ്രൊഡക്ഷൻ ആണ്. പ്രൊഡക്ഷൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ബൈ പ്രോഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും റെക്കഗ്നൈസ് ചെയ്യുന്നതും. അങ്ങനെ നമ്മൾ ആദ്യം പഠിച്ചു, ബൈ പ്രോഡക്റ്റ് ആർ റെക്കഗ്നൈസ്ഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വെൻ ദേ ആർ പ്രൊഡ്യൂസ്ഡ്, നോട്ട് വെൻ ദേ ആർ സോൾഡ്. അപ്പം എപ്പോഴാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ ബൈ പ്രോഡക്റ്റിനെ എപ്പോഴാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ എസ്റ്റിമേറ്റഡ് നെറ്റ് റിയലൈസബിൾ വാല്യൂ ഓഫ് ദ ബൈ പ്രോഡക്റ്റ് ഈസ് റെക്കോർഡഡ് ഇൻ എ സെപ്പറേറ്റ് ബൈ പ്രോഡക്റ്റ് ഇൻവെൻട്രി അക്കൗണ്ട്. അതായത് ആ ബൈ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുമ്പം കിട്ടുന്ന വാല്യൂവിൽ നിന്ന് ആ ബൈ പ്രോഡക്റ്റിൽ എന്തെങ്കിലും ഫർദറായിട്ട് നമ്മളിപ്പോൾ പാക്കിങ്ങോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഇങ്ങനത്തെ ഫർദർ കോസ്റ്റുകളൊക്കെ മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന നെറ്റ് റിയലൈസബിൾ വാല്യൂ, അതിന് നമ്മൾ എന്ത് ചെയ്യും? ഈസ് റെക്കോർഡഡ് സെപ്പറേറ്റ് ഇൻ എ ഇൻവെൻട്രി അക്കൗണ്ട്, ബൈ പ്രോഡക്റ്റ് ഇൻവെൻട്രി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മളുടെ മെയിൻ പ്രോഡക്റ്റിൻ്റെ ജോയിൻറ്റ് കോസ്റ്റ് ഇല്ലേ, ഈ ജോയിൻറ്റ് കോസ്റ്റിൽ നിന്ന് ഈ ഒരു NRV നമ്മൾ മൈനസ് ചെയ്യും. ബൈ പ്രോഡക്റ്റിൻ്റെ NRV നമ്മൾ മൈനസ് ചെയ്യും. എന്നിട്ട് കിട്ടുന്ന മെയിൻ ജോയിൻറ്റ് കോസ്റ്റാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം 100 ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ജോയിൻറ്റ് കോസ്റ്റ് എന്ന് വിചാരിക്കുക. ഇവിടെ ബൈ പ്രോഡക്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, സെല്ലിംഗ് വാല്യൂ എന്ന് പറയുന്നത് 200 ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ അകത്തു നിന്നും അവർക്ക് ഫർദർ ആയിട്ട് ഒരു കോസ്റ്റ് വന്നിട്ടുണ്ട്, ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് 10 rupees എന്ന് വിചാരിക്കുക. സോ 190 ആണ് അതിൻ്റെ NRV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബൈ പ്രോഡക്റ്റിൻ്റെ NRV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മൾ ഈ മെയിൻ ജോയിൻറ്റ് കോസ്റ്റിൽ നിന്ന്, ഇവിടെ ഒരു മെയിൻ ജോയിൻറ്റ് കോസ്റ്റിൽ 500 ആണെന്ന് വിചാരിക്കുക. ഈ മെയിൻ ജോയിൻറ്റ് കോസ്റ്റിൽ നിന്ന് ഈ 190 മൈനസ് ചെയ്യുക. ഓക്കെ, 500 മൈനസ് 190 ഇസ് ഈക്വൽ ടു 310. ബാക്കിയുള്ള 310 ആയിരിക്കും നമ്മൾ മെയിൻ പ്രോഡക്ട്സിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന ജോയിൻറ്റ് കോസ്റ്റ്. ഓക്കെ, സാധാരണ നമ്മൾ ഈ 500 അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ബൈ പ്രോഡക്റ്റിൻ്റെ NRV മൈനസ് ചെയ്തിട്ടുള്ള ബാക്കി വരുന്ന ജോയിൻറ്റ് കോസ്റ്റ് മാത്രമേ നമ്മൾ മെയിൻ പ്രോഡക്ട്സിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുള്ളൂ. അതാണ് പ്രൊഡക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ബൈ പ്രോഡക്റ്റിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇനി രണ്ടാമത് സെയിൽസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട്, ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നപ്പോഴാണ് ബൈ പ്രോഡക്റ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് അറ്റ് ദ ടൈം ഓഫ് സെയിൽ. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ടൈമിൽ നമുക്ക് അറിയില്ല ഇത് ഏത് കോസ്റ്റിലാണ് വരുന്നത്, ജോയിൻറ്റ് കോസ്റ്റിൽ വരുമോ, അതിൽ നിന്ന് ജോയിൻറ്റ് കോസ്റ്റിന് ഡിഡക്റ്റ് ചെയ്യണമെന്നൊന്നും. അതുകൊണ്ട് തന്നെ ഈ മെത്തേഡിൽ, കഴിഞ്ഞ മെത്തേഡിൽ പറഞ്ഞതുപോലെ മെയിൻ ജോയിൻറ്റ് കോസ്റ്റിൽ നിന്ന് ബൈ പ്രോഡക്റ്റിനെ ഡിഡക്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇതിനെ സെയിൽ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ പ്രോഡക്റ്റിൻ്റെ കൂടെ തന്നെ സെയിൽ ചെയ്യും. അങ്ങനെ ബൈ പ്രോഡക്റ്റ് സെയിൽ ചെയ്ത് കിട്ടുന്ന എമൗണ്ട് നമ്മൾ ഒരു അതർ ഇൻകം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ അക്കൗണ്ട്സിൽ കാട്ടും. അല്ലെങ്കിൽ മെയിൻ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് മൈനസ് ചെയ്യും. അതാകുമ്പോൾ മെയിൻ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയും. അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത്, ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. ബൈ പ്രോഡക്റ്റിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് അറ്റ് ദ ടൈം ഓഫ് സെയിലിൽ മാത്രമാണ്. അങ്ങനെ സെയിൽ ചെയ്യുമ്പോൾ ബൈ പ്രോഡക്റ്റ് സെയിൽ ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ അതർ ഇൻകം എന്ന് പറഞ്ഞിട്ട് ഉള്ള ഹെഡിൽ എഴുതും, അല്ലെങ്കിൽ മെയിൻ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ നിന്നും ഈ ഒരു സെല് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്യും. ഓക്കെ, സോ രണ്ട് മെത്തേഡും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും.
ഇവിടെ നോക്കുകയാണെങ്കിൽ ജോയിൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 22,000 ആണ്. ഓക്കെ, ഈ ഒരു 3 പ്രൊഡക്ട്സിലേക്കും കൂടിയും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ജോയിൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 22,000. ബൈ പ്രോഡക്റ്റിലേക്ക് ഒരിക്കലും ജോയിൻറ്റ് കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കില്ല. ഇനി ഇവിടെ നോക്കുക, കൊക്കോ പൗഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2000 യൂണിറ്റ്സ് ഉണ്ട്. ഓക്കെ, ഒരു യൂണിറ്റിന് $12 ആണ്. കൊക്കോ ബട്ടർ എന്ന് പറയുന്നത് 1200 യൂണിറ്റ്സ് ഉണ്ട്, ഒരു യൂണിറ്റിന് $15 ആണ്. ആൻഡ് കൊക്കോ നിപ്സ് എന്ന് പറയുന്നത് 600 യൂണിറ്റ്സ് ഉണ്ട്, ഒരു യൂണിറ്റിന് $8 ആണ്. ഇനി നോക്കുക, അഡീഷണലി ബൈ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഓക്കെ, കൊക്കോ ബീൻ ഷെല്ലാണ് നമ്മളുടെ ബൈ പ്രോഡക്റ്റ്, അതായത് ഇതാണ് നമ്മളുടെ ബൈ പ്രോഡക്റ്റ്. ഓക്കെ, ഈ ബൈ പ്രോഡക്റ്റിന് ഹാസ് എ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ട്. എത്രയാണ്? 25. അതായത് ഫർദർ ആയിട്ട് നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റ് $250. ആൻഡ് ഇറ്റ്സ് സെല്ലിംഗ് പ്രൈസ് ഈസ് 100 per unit at 100 units at 5 per unit. അപ്പോൾ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റിന് $5 ആണ്. അങ്ങനെ 100 യൂണിറ്റ്സ് ആണ് ബൈ പ്രൊഡക്ട്സ് ഉള്ളത് നമുക്ക്. അതിൽ നിന്ന് നമുക്ക് ഫർദർ ആയിട്ട് ചിലവായിട്ടുള്ള 250 മൈനസ് ചെയ്യുമ്പോൾ വി ഹാവ് $250 NRV ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. ടോട്ടൽ റവന്യൂ ആയ 500-ൽ നിന്ന് നമുക്ക് അഡീഷണൽ ആയിട്ട് കോസ്റ്റ് വന്ന $250 മൈനസ് ചെയ്തപ്പോൾ ബാക്കി 250 ആണ് നമ്മളുടെ NRV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്താണ് ചെയ്യേണ്ടത്? ടോട്ടൽ നമുക്ക് 22,000 ജോയിൻ കോസ്റ്റ് ഉണ്ട് അല്ലേ ക്വസ്റ്റ്യനിൽ. ആ ജോയിൻ കോസ്റ്റിൽ നിന്ന് ഈ 250 മൈനസ് ചെയ്യാം. അപ്പം നമുക്ക് എത്ര കിട്ടും? 21,750 എന്ന് കിട്ടും അല്ലേ. ഇതായിരിക്കും നമ്മൾ 3 പ്രൊഡക്ട്സിലേക്കും കൂടി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന ജോയിൻ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം കുറച്ച് ജോയിൻ കോസ്റ്റ് ഈ ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ടാവാക്കാൻ വേണ്ടിയിട്ടും കൂടിയും ആയിപ്പോയിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും? ആ ജോയിൻ കോസ്റ്റിൽ നിന്ന് ബൈ പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് മൈനസ് ചെയ്ത് ബാക്കി വരുന്ന ജോയിൻ കോസ്റ്റ് ആയിരിക്കും കൊക്കോ പൗഡറിലേക്കും കൊക്കോ ബട്ടറിലേക്കും ആൻഡ് കൊക്കോ നിപ്സിലേക്കും നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ സെയിൽസ് വാല്യൂവിലാണ് കാണുന്നത്. സെയിൽസ് വാല്യൂ സ്പ്ലിറ്റ് ഓഫ് പോയിന്റിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നോക്കുക, എത്രയാണ് സെയിൽസ് വാല്യൂ? 2000 യൂണിറ്റ്സ് ആണ് കൊക്കോ പൗഡർ ഉള്ളത്, ഒരു യൂണിറ്റിന് $12 ആണ്. അങ്ങനെയാകുമ്പം ടോട്ടൽ സെയിൽസ് വാല്യൂ എന്ന് പറയുന്നത് 24,000 ആണ്. ഇനി കൊക്കോ ബട്ടർ നോക്കുന്നുണ്ടെങ്കിൽ 1200 യൂണിറ്റ്സ് ആണുള്ളത്, ഒരു യൂണിറ്റിന് $15 ആണ്. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിൽസ് വാല്യൂ ആയിട്ട് $18,000 കിട്ടും. ആൻഡ് കൊക്കോ നിപ്സിൻ്റെ കേസിൽ നോക്കുമ്പോൾ 600 യൂണിറ്റ്സ് ആണുള്ളത്, ഒരു യൂണിറ്റിന് $10 ആണ്. അപ്പം ടോട്ടൽ സെയിൽസ് വാല്യൂ ആയിട്ട് 6,000 കിട്ടും. ഇത് മൂന്നും കൂടിയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ സെയിൽസ് വാല്യൂ കിട്ടും. അതാണ് 24,000 പ്ലസ് 18,000 പ്ലസ് 6,000 ഇസ് ഈക്വൽ ടു 48,000 എന്ന് പറയുന്നത്. ഇനി നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ അറിയാലോ. അപ്പം കൊക്കോ പൗഡറിൽ എത്രയാണ് ടോട്ടൽ ജോയിൻ കോസ്റ്റ് വരുന്നത്? 21,750 ആണ് അല്ലേ. ഇൻറ്റു ടോട്ടൽ സെയിൽസ് വാല്യൂ എന്ന് പറയുന്നത് 48,000 ആണ്. അതിൽ കൊക്കോ പൗഡറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 24,000 ആണ്. 24,000 ഡിവൈഡഡ് ബൈ 48,000 ഇൻറ്റു 21,750 ഇസ് ഈക്വൽ ടു $10875. ഇനി കൊക്കോ ബീൻസിൻ്റെ കേസിൽ നോക്കുന്നുണ്ടെങ്കിൽ ടോട്ടൽ ജോയിൻ കോസ്റ്റ് 21,750 ആണ് ഇൻറ്റു ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് 48,000 ആണ്. അതിൽ കൊക്കോ ബീൻസ് അല്ല, സോറി, കൊക്കോ ബട്ടർ. അതിൽ കൊക്കോ ബട്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 18,000 ആണ്. 18,000 ഡിവൈഡഡ് ബൈ 48,000 ഇൻറ്റു 21,750 ഇസ് ഈക്വൽ ടു 8156.25. So 6,000 divided by 48,000 into 21,750 is equal to $2,718.75. അപ്പം നമ്മൾക്ക് തന്നിരിക്കുന്നതിൽ ബൈ പ്രോഡക്റ്റിൻ്റെ NRV കണ്ടുപിടിക്കുക. ആ NRV മെയിൻ പ്രോഡക്ട്സിൻ്റെ ജോയിൻ കോസ്റ്റിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുക. അങ്ങനെ ഡിഡക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് 21,750 കിട്ടിയത്. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ കറണ്ട് ആയിട്ടുള്ള മെയിൻ പ്രോഡക്ട്സിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ജോയിൻ കോസ്റ്റ്. എന്നിട്ട് ബാക്കിയൊക്കെ സെയിൽസ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്യാം. എല്ലാത്തിൻ്റെയും സെയിൽസ് എമൗണ്ട് കാണുക, ടോട്ടൽ സെയിൽസ് കാണുക, ടോട്ടൽ സെയിൽസിൻ്റെ എമൗണ്ട് ഡിനോമിനേറ്ററിൽ ഇടുക, ഓരോ പ്രൊഡക്റ്റിൻ്റെയും കോൺട്രിബ്യൂഷൻ ന്യൂമറേറ്ററിൽ അപ്ലൈ ചെയ്തിട്ട് ഇൻറ്റു ജോയിൻ കോസ്റ്റ് ആയിട്ട് 21,750 യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ബൈ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റിംഗ് ഇപ്പോൾ നമ്മൾ പഠിച്ചു. ഓക്കെ, so thank you for watching the class.